നമസ്കാരം. ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ ഗ്രഹമാറ്റങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും അനുഭവപ്പെടാറുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ രാശി മാറുമ്പം ഭൂമിയും ആ ഗ്രഹവുമായിട്ടുള്ള അകലം വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. ആംഗുലാർ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നു. ആ സമയത്ത് അതുവരെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ള സ്പേസിലും ഉള്ള അല്ലെങ്കിൽ പ്രകൃതിയിലുമുള്ള എലമെൻറ്റ്സ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പം നടക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റം എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിമാറ്റമാണ്. 2025 ജൂലൈ 28 ചൊവ്വ കന്നി രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുകയാണ്. സെപ്റ്റംബർ 13 വരെ ചൊവ്വ കന്നി രാശിയിൽ തുടരും. കുറേ കാലമായിട്ട് ചൊവ്വയും കേതുവും കൂടെ ചേർന്ന് ചിങ്ങൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പല രാശിക്കാർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ചൊവ്വയും കേതുവും കൂടെ ആ യോഗത്തിൽ നിന്ന് മാറുന്നതോടുകൂടി കുറേ ആളുകൾക്കെങ്കിലും കുറേ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കെങ്കിലും ആശ്വാസം ലഭിക്കുന്ന കാലമാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചൊവ്വ ഇങ്ങനെ രാശി മാറുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണ ഗുണഫലം കിട്ടാനായിട്ട് അല്പം പ്രയാസകരമാണ് വിവിധ നക്ഷത്രക്കാർക്ക്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ശനി ഇപ്പം വക്രത്തിലാണ്. ഏതാനും മാസം കഴിയുമ്പോൾ ശനി വീണ്ടും നേർഗതിയിലേക്ക് വരും. പിന്നെ വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴത്തിൻ്റെ പൊസിഷൻ കൊണ്ട് എല്ലാ രാശിക്കാർക്കും ഗുണകരമാകണമെന്നില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യവും വീര്യവും ആത്മവിശ്വാസവും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയണമെങ്കിലും ഇനി ഒരു വഴി കൂടെ കടന്നിട്ട് ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ യുദ്ധം ചെയ്യണമെങ്കിലും എല്ലാം അതിനുള്ള ഒരു ആർജവം തരുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ ഒരു പാപഗ്രഹമാണ് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ഗുണഫലങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ ചൊവ്വയും നമ്മുടെ ശരീരത്തിലെ ചില ഹോർമോൺ സെക്രീഷൻസ് ഉണ്ട്. ഭയത്തെ മാറ്റുന്നത്, വീര്യം തരുന്നത്, പ്രതിസന്ധികളെ തരണം ചെയ്തു പോകാനുള്ള ധൈര്യം, ഇതൊക്കെ തരുന്നത് ചൊവ്വയാണ്. അപ്പോൾ പാപഗ്രഹമാണെങ്കിൽ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. പിന്നെ ചൊവ്വ ഇപ്പം മാറാൻ പോകുന്നത് ബുധൻ്റെ ആധിപത്യമുള്ള രാശിയായ കന്നിയിലേക്കാണ്. അപ്പോൾ കന്നി രാശി ബുധൻ്റെ രാശിയായതുകൊണ്ട് ബുധൻ എന്ന് പറയുന്നത് ചൊവ്വയുടെ ശത്രുഗ്രഹമാണ്. അപ്പോൾ ശത്രു ഗ്രഹത്തിലേക്കാണ് ചൊവ്വ കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ശത്രു ക്ഷേത്രത്തിലോട്ട് പോകുമ്പം പാപഗ്രഹത്തിൻ്റെ ശക്തി കുറയും എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അനുഭവത്തിൽ ശത്രു ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ പാപഗ്രഹത്തിന് ശക്തി കൂടുകയാണ്, പാപശക്തി കൂടുകയാണ് ചെയ്യുന്നത്. ഗുണഫലങ്ങളെക്കാൾ പാപശക്തിക്കാണ് കൂടുതൽ വരുന്നത്. മാത്രമല്ല ഈ സമയത്ത് ചൊവ്വ കന്നിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും അതിന് ഇല്ല. അതേസമയത്ത് വളരെ പാപഗ്രഹമായ ശനിയുടെ ദൃഷ്ടി ചൊവ്വയിലേക്ക് വരികയും ചെയ്യുന്നു. കാരണം ഇപ്പോൾ ശനി സഞ്ചരിക്കുന്ന മീനൻ രാശിയുടെ 7ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ പരസ്പര ദൃഷ്ടിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ പാപത്വം വർദ്ധിക്കും. ശനിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചൊവ്വ അല്പം ക്രൂരമായ ഫലങ്ങളൊക്കെ ചെയ്തെന്നിരിക്കും. ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരവുമാണ് അനുഭവം. അപ്പോൾ ചൊവ്വ സഞ്ചരിക്കുമ്പോഴേ ഗ്രഹചാരഫലം നോക്കുമ്പം ചൊവ്വ നമ്മുടെ ജന്മക്കൂറിൻ്റെ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം, അതായത് ഉപജയഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം വളരെ ഗുണകരമാണ്. അല്ലാത്ത സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങളാണ് കൂടുതലായിട്ട് നൽകുന്നത്. പക്ഷേ കേതുവുമായിട്ട് വേർപിരിഞ്ഞ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കുറേയെങ്കിലും ഗുണം കിട്ടാനായിട്ട് സഹായിക്കും. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ അനുഭവമാണ്. അപ്പോൾ ആദ്യം മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറിൻ്റെ ഫലം നോക്കാം. അവർക്ക് പിന്നെ ജന്മക്കൂറിൽ നിന്ന് ചൊവ്വ 2ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. കുറച്ച് മാറ്റം വരും ജീവിതത്തിൽ, കുറേ കാര്യങ്ങളിൽ മാറ്റം വരും. ഈ 2ാം ഭാവം എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ ഭാവവും ധനത്തിൻ്റെ ഭാവവുമാണ്, വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഗുണങ്ങൾ ഉണ്ടാകും. അതായത് ആജ്ഞാശക്തിയൊക്കെ വർദ്ധിക്കും. പക്ഷേ കുടുംബ ബന്ധത്തിൽ
സുഗമമായ മുന്നോട്ട് പോക്ക് ഇല്ലാതാക്കും, ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ വാക്കുകൾ പലപ്പോഴും ഒരു യുദ്ധം പോലെ ഒരു സംഘർഷത്തിന് കാരണമാകും. അതുകൊണ്ട് മനോവിഷമം കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകാം. സ്നേഹമൊക്കെ കുറഞ്ഞ് അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടേക്കാം. പിന്നെ നമ്മളും മക്കളും തമ്മിലുള്ള അകൽച്ചയുണ്ടാകാം, ജീവിത പങ്കാളിയുമായിട്ടുള്ള അകൽച്ചയും ഉണ്ടാകാം. വാക്കുകളാണ് ഇവിടെ പ്രശ്നം. അതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വാക്കുകൾ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പ്രയോഗിക്കാതിരുന്നാൽ മതി. ദേഷ്യപ്പെടുകയാണെങ്കിലും ഇനി എതിർത്ത് പറയുകയാണെങ്കിലും ഒക്കെ നല്ല ഭാഷയിൽ സൗമ്യമായിട്ട് സംസാരിക്കുക. ദേഷ്യം, മുൻകോപമൊക്കെ വളരെ കൂടുന്നൊരു സന്ദർഭമാണ്, അതൊന്ന് നിയന്ത്രിക്കുക. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ആലസ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ നശീകരണ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അധ്യാപകരുമായിട്ട് നമ്മൾ എതിർത്ത് നിൽക്കുക, അധികാരികളുമായിട്ട് എതിർത്ത് നിൽക്കുക, സമരങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള ഓരോരോ ആസക്തികൾ ഈ സമയത്ത് വന്നു ചേരും. പിന്നെ കർമ്മരംഗത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ ശക്തി വിനിയോഗിക്കാൻ കഴിയാതെ വരും. നമ്മുടെ ആ എബിലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ കഴിവ്, അത് ശരിക്കും വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. മേലധികാരികൾക്ക് അതൃപ്തി ഉണ്ടാകാം. സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. സഹപ്രവർത്തകരുമായിട്ട് പല കാര്യങ്ങളിലും വാക്കുതർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ഈ വാക്കുകൾ വളരെ പരുഷമാകും എന്നുള്ളതാണ് ഈ സമയത്തുള്ള പ്രധാന പ്രത്യേകത. അപ്പോൾ ആരുമായിട്ട് സംസാരിച്ചാലും, ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു ശ്രദ്ധ വേണം. സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ, സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ വേണം. അതുപോലെ മേലധികാരികളോടും നമുക്ക് താഴെ ജോലി ചെയ്യുന്നവരോടും സംസാരിക്കുമ്പോൾ ശ്രദ്ധയുണ്ടായിരിക്കണം. ഒരുപാട് വിനയമൊന്നും കാണിച്ചില്ലെങ്കിലും ആ പാരുഷ്യം, റഫായിട്ടുള്ള സംസാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന പല അവസ്ഥകളും ഉണ്ടാകാം. പ്രധാനമായിട്ടും വാക്കുകൊണ്ടാണ്. കർമ്മസ്ഥാനത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും കുറച്ച് ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടും. വാക്ക് പറഞ്ഞാൽ അത് കൃത്യസമയത്ത് ആ കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് പലപ്പോഴും പറ്റുകയില്ല. അതിൽ നിന്നൊരു നിരാശയും ദേഷ്യവും ഉണ്ടാകും. ധനപരമായിട്ട് വലിയ ദോഷം അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ധനപരമായ വരവ്, ഒരു ന്യായമായ രീതിയിലുള്ള ധനം കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും. വലിയ ദാരിദ്ര്യമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് പൈസ ഇപ്പം 1000 രൂപ നമ്മുടെ കയ്യിലോട്ട് വന്നാൽ അതിനകത്തൊരു 950 രൂപയും ചിലവായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. അപ്പോൾ അത്തരം രീതിയിലാണ് നമുക്ക് 2ാം ഭാവത്തിലെ ചൊവ്വ ദോഷം ചെയ്യുന്നത്. പിന്നെ മുഖം, മൂക്ക്, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നേക്കാം. അപ്പോൾ തൊണ്ടവേദന മുതൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം. അതുകൊണ്ടാണ് അതുകൂടെ സൂചിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഈ മകംപൂരം ഉത്തര നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയാണിപ്പം ഉള്ളത്. മീനത്തിലാണല്ലോ ശനി സഞ്ചരിക്കുന്നത്. ശനി ഇപ്പം വക്രത്തിലാണ്. അപ്പോൾ അഷ്ടമശനിയാണെങ്കിലും ശനി വക്രത്തിലായതുകൊണ്ട് ദോഷം ഒരല്പം കുറയുന്ന കാലമാണ്. പക്ഷേ രാശി വിട്ടു മാറാത്തത് കൊണ്ട് പൂർണ്ണമായിട്ടും ശനിയുടെ ദോഷം കുറയുകയുമില്ല, നേരിയൊരു കുറവ് ഉണ്ടാകും. പിന്നെ 7ലാണ് രാഹുവിൻ്റെ സ്ഥിതിയുള്ളത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ ബിസിനസ് പങ്കാളികളുമായിട്ടുമൊക്കെ ഒരു പിണക്കം ഉണ്ടാകാം. പലപ്പോഴും അപവാദങ്ങൾ പ്രചരണം നടത്തുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. കാരണം ഈ രാഹു എന്ന് പറയുന്നത് വിഷം, അപവാദം, കാര്യമില്ലാതെയുള്ള സംശയം ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ്. ധൂമഗ്രഹമാണെങ്കിലും എന്ന് പറഞ്ഞാൽ നിഴൽ ഗ്രഹമാണെങ്കിലും രാഹു അങ്ങനെയുള്ള ചില വിഷാവസ്ഥകൾ സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ്. പക്ഷേ വ്യാഴം 11ൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണം ചെയ്യുകയും ചെയ്യും. വ്യാഴം മിഥുനത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്, ഈ മകംപൂര ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ദാരിദ്ര്യം വരുന്നില്ല. ചൊവ്വ 2ലാണെങ്കിലും അതിൻ്റേതായ ഒരു ന്യായമായ ധനം ലഭിക്കും. വ്യാഴം 11ൽ നിൽക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും. പക്ഷെ ചിലവിനെ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ ഒന്ന് ഉത്സാഹിക്കണമെന്ന് മാത്രം. അടുത്തത് ഉത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. ഈ നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഉത്രം 3/4, അത്തം ചിത്തിരയുടെ
ആദ്യത്തെ പകുതി. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 12ാം ഭാവത്തിൽ നിന്നും ചൊവ്വ ജന്മരാശിയിലേക്കാണ് പകരുന്നത്. കന്നിക്കൂറുകാർക്ക് ചിങ്ങത്തിലായിരുന്നല്ലോ ചൊവ്വ, 12ലാണിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത രാശിയിലേക്ക് കടക്കാറായിട്ടുണ്ട്. അപ്പോൾ ചൊവ്വ ജന്മക്കൂറിലേക്ക് വരുന്നു. അപ്പം പലതരത്തിലുള്ള മനപ്രയാസങ്ങളും നിരാശകളുമൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ്. 8, 12 ജന്മക്കൂറ് ഈ ഭാഗങ്ങളിൽ, ഈ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയുടെ ദോഷശക്തി വർദ്ധിക്കും എന്നാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന സമയത്ത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കാതെ വരും. ഓരോരോ കാര്യങ്ങൾക്കും വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ടി വരുമ്പം അസാമാന്യമായ ദേഷ്യവും വലിയ തോതിലുള്ള മാനസിക സംഘർഷമൊക്കെ അനുഭവപ്പെടും. പക്ഷേ നമ്മളത് നിയന്ത്രിക്കണം. ഈ ഗ്രഹമാറ്റം കൊണ്ടാണ് നമുക്ക് ഈ ടെൻഷനും ദേഷ്യവും എല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ചെറിയ കാര്യങ്ങൾ പോലും പലപ്പോഴും വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ സമയവും പോകുന്നു, ധനം പോകുന്നു, നമ്മൾ മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ട അത് മാറ്റി വെക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമുക്ക് ദേഷ്യം വരാൻ കാരണമാകുന്നത്. പിന്നെ നമ്മുടെ ഈ കർമ്മരംഗത്ത് പലതരത്തിലുള്ള മത്സരങ്ങളെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരാവശ്യവുമില്ലാതെ നമ്മളുമായിട്ട് മത്സരിക്കാനായിട്ട് ആൾക്കാർ വരികയും അവരുമായിട്ട് ഒരു കാര്യവുമില്ലാതെ സംഘർഷം ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇടപെടുന്നതല്ല, ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ മടി പിടിച്ച ഒരു രീതിയിലേക്ക് അത് എത്തിച്ചേരാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് പോലും നമ്മളോട് ഒരു സപ്പോർട്ടില്ല എന്നുള്ളൊരു പ്രയാസം, സഹപ്രവർത്തകരായിക്കോട്ടെ, മേലധികാരികളായിക്കോട്ടെ, ഇനി വീട്ടുകാർ തന്നെയാകട്ടെ, വീട്ടിലുള്ള ബന്ധുക്കൾ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിഷാദം നമ്മുടെ ഉള്ളിൽ ഉണ്ടായേക്കാം, ഒരു സങ്കടം. സാമ്പത്തിക ഇടപാടുകൾ, വലിയ സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും ഈ സമയം നല്ലതല്ല, അതൊക്കെ ഒഴിവാക്കുക. ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കവും അകാരണമായൊരു ഭയവും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ് ജന്മത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലം. രോഗ ദുരിതങ്ങളൊക്കെ ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ ചികിത്സ തേടാൻ മടിക്കരുത്. നല്ലൊരു ഡോക്ടറെ തന്നെ കണ്ട് ചികിത്സിക്കുക. കാരണം ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ സ്വയം ചികിത്സിച്ച് സമയം കളയരുത്. പിന്നെ നമ്മുടെ പണമിടപാടുകളിൽ, അതുപോലെ തന്നെ രേഖകൾ കൈമാറുന്നതിൽ, ഓഫീസ് കാര്യങ്ങളിലാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, ചെക്കും അതുപോലെ ബില്ലുകളൊക്കെ പാസ്സാക്കുന്നതിലുമൊക്കെ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. വൗച്ചറുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഒരുപക്ഷേ ഒരു അന്വേഷണം വന്നാൽ നമുക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ കരിയറിനെ ബാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായിട്ടും ആരോഗ്യപരമായ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും അത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സതിന് തയ്യാറാകുകയില്ല. ഒരു ബോധ മനസ്സുകൊണ്ട് നമുക്കറിയാം നമുക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, കറക്റ്റ് ചെയ്യണം എന്നറിയാം. ഉപബോധ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായ ആ ഈഗോ നമ്മളെ സമ്മതിക്കുകയില്ല അത് തിരുത്താനായിട്ട്. ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ള കടുംപിടുത്തം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുക, നമ്മൾ എഴുതിയ ഭാഗം വെട്ടിമാറ്റി അത് കറക്റ്റ് ചെയ്ത് എഴുതുക, അതിൻ്റെ സാക്ഷ്യപ്പെടുത്തുക, അതൊക്കെ ചെയ്യേണ്ടതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നീടാണ് അതിൻ്റെ ദോഷഫലങ്ങൾ വരാനിടയുള്ളത്. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന ആ ഒരു ഈഗോ ക്ലാഷൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിലൂടെ. പിന്നെ നമുക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൂടെ സ്ഥിതി നോക്കുമ്പോൾ കന്നിക്കൂറിന് കണ്ടകശനി കാലമാണ്, 7-ൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. പക്ഷേ ശനി വക്രത്തിലാണ്. അപ്പോൾ ഈ കണ്ടകശനിയുടെ ദോഷം, 7-ൽ ശനി സഞ്ചരിക്കുന്നതിൻ്റെ ദോഷം ഒരല്പം കുറയും വക്രത്തിൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട്. വ്യാഴമാണെങ്കിൽ കർമ്മഭാവത്തിലാണ്, 10-ൽ. ഈ 10-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അത്ര ഗുണകരമല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇവർ ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ദേവിക്ക് വഴിപാടുകൾ ചെയ്യണം, ശനിദേവനും ശാസ്താവിനും വഴിപാടുകൾ ചെയ്യുക, വിഷ്ണു ഭഗവാന് അർച്ചനകൾ, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അത് വളരെ ഗുണകരമാണ്. അടുത്തത് ചിത്തിരിയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖവും ഒക്കെ ഉൾപ്പെടുന്ന, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം കൂടെ ഉൾപ്പെടുന്ന തുലാക്കൂറുകാരുടെ ഫലമാണ്. ചിത്തിരിയുടെ രണ്ടാമത്തെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗം. അവരെ സംബന്ധിച്ച്
പ്രതികൂല ഭാവമായ 12-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ വരാൻ പോകുന്നത്. പല രീതിയിലുള്ള അലച്ചിലുകളാണ് അതിൻ്റെ ഫലം. 12-ാം ഭാവം എന്ന് പറയുന്നത് ചെലവിൻ്റെ ഭാവമാണ്. പാപം വ്യയം ചപതനം നിരയേ വാമമമ്പകം. അതായത് പാപത്തെ സൂചിപ്പിക്കുന്നത്, ചെലവിനെ സൂചിപ്പിക്കുന്നത്, പതനത്തെ, വീഴ്ചയെ സൂചിപ്പിക്കുന്നതൊക്കെയാണ് 12-ാം ഭാവം. അങ്ങോട്ടാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ വരാം. വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടുള്ള വീഴ്ച, ചതവ് പറ്റുക, മുറിവ് പറ്റുക തുടങ്ങിയ കാര്യങ്ങളാകാം. അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന രംഗത്ത് വീഴ്ച വരുന്ന ഒരു ലാപ്സ് ഉണ്ടാകുന്ന ഒരു കാര്യവും ആകാം. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നതാണ്. ബിസിനസ്സിൽ ധനം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ എത്ര ധനം കിട്ടിയാലും ചിലവുകൾ വരാനുള്ള സാധ്യതയാണ് ഈ 12-ൽ ചൊവ്വ വരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഓഹരി വ്യാപാരം, ഊഹക്കച്ചവടം ഇതിലോട്ടൊന്നും ഈ സമയത്ത് പോകാതിരിക്കുന്നതാണ് ഉചിതം. വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നില്ല. നമ്മുടെ കഴിവിനും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുമുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്താൽ മതി. ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ സമയത്ത് അത്ര ഉചിതമല്ല. പാദങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്ഥലമാറ്റത്തോടു കൂടി ആയിരിക്കും എന്നുള്ളതാണ് ഭൂരിഭാഗം പേർക്കും ഉണ്ടാകുന്ന അനുഭവം. മറ്റൊന്ന്, നമ്മളെ തെറ്റായ വഴികളിലേക്ക് പലരും പ്രേരിപ്പിക്കാനിടയുള്ളൊരു കാലമാണ്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും. അതായത് ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർ പ്രലോഭനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായ കാലമാണ്. എന്നാൽ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചുകൂടെ കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൂടെ അവസ്ഥ നോക്കിയാൽ 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ശനി പൊതുവെ ഗുണകാരകനായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ 6-ാം ഭാവത്തിലെ ശനി ഇപ്പോൾ 5-ൻ്റെ ഭാവത്തിലേക്കാണല്ലോ സഞ്ചരിക്കുന്നത്, വക്രത്തിലാണ്. 5-ലേക്ക് കടക്കുന്നില്ല എങ്കിലും റിട്രോഗ്രേഡാണ്, പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6-ൽ ശനി സഞ്ചരിക്കുന്നതിൻ്റേതായ ധനലാഭം, ശത്രു നാശം ഇതൊന്നും അത്ര പൂർണ്ണമായിട്ടും അനുഭവപ്പെടുകയില്ല. എങ്കിലും ശത്രുവിൻ്റെ ശല്യം കുറയും എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ ധനഭാഗ്യയോഗം അത്രയധികം നമ്മളിലേക്ക് എത്തിച്ചേരുകയില്ല. അതേസമയത്ത് വ്യാഴം 9-ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. അതിൻ്റേതായ ദൈവാധീനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോഴത്തേക്കും ധനവരവിന് സാധ്യതയുണ്ട്. പക്ഷേ ചിലവുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു പ്രയാസകരമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ ധനത്തിൻ്റെ കാര്യം നമുക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിലേക്ക് നല്ലൊരു തുക വരുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു പോർഷൻ എപ്പോഴും മാറ്റി വെക്കുക. എമർജൻസി ആയിട്ട് എടുക്കേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വെക്കുന്നത് വളരെ ഉചിതമാണ്. അപ്പം ഈ തുലാക്കൂറിൽപ്പെടുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർ ശുക്രന് വഴിപാട് ചെയ്യണം. നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മഹാലക്ഷ്മിക്ക് വഴിപാടുകൾ ചെയ്യുക. രോഗബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹാദേവന് വിളക്ക് തെളിക്കുകയോ എന്തെങ്കിലും വഴിപാട് ചെയ്യുകയോ ചെയ്യുക. ദാമ്പത്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതീവ ദാരിദ്ര്യമൊക്കെ കുടുംബത്തിലുണ്ടായാൽ പാർവതീ ദേവിയെ കൂടെ സങ്കല്പിച്ച് പിൻവിളക്ക് തെളിയിക്കുക. കുടുംബ സൗഖ്യവും കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ ഉണ്ടാകാനായിട്ടത് സഹായിക്കും. പിന്നെ ശനിദേവ പ്രീതിക്കായിട്ട് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. അടുത്തത് വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും തൃക്കേട്ടയും നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ്. ചൊവ്വയുടെ മാറ്റം എങ്ങനെയാണ് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളതാണ്. 11-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ സംക്രമിക്കുന്നത്. അതായത് കന്നി എന്ന് പറയുമ്പോൾ 11-ാം ഭാവമാണ് വൃശ്ചികക്കൂറിൻ്റെ. ജീവിതത്തിന് പല രീതിയിൽ ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആലസ്യമൊക്കെ മാറിയിട്ട് കർമ്മരംഗം ഉഷാറാവും. നല്ല ഒരു പൊട്ടൻഷ്യലോടുകൂടി നല്ലൊരു കഴിവ് നമുക്ക് പുറത്തെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് സമയത്ത് തന്നെ തീർത്ത് കൊടുക്കാൻ സാധിക്കും. പ്രോജക്റ്റൊക്കെ ചെയ്യുന്നവർക്ക്, ഗവേഷണമൊക്കെ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് വളരെ ഗുണകരമാണ്. പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പ്രണയിക്കുന്നവർക്ക് ഗുണകരമാണ്. പിന്നെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളുടെ സഹായവും ബന്ധുക്കളുടെ സപ്പോർട്ടൊക്കെ കിട്ടും ചൊവ്വയുടെ ഈ 11-ലെ സ്ഥാനം കൊണ്ട്. ധനപരമായിട്ടും
ഗുണമാണ്. വാഹനം വാങ്ങാനോ അല്ലെ വീട് പണി പൂർത്തിയാക്കാനോ ഒക്കെ സാധിക്കും. ഭൂമിയിൽ നിന്ന് ലാഭമുണ്ടാകും. ഭൂമിയുടെ പുത്രനാണ് ചൊവ്വ എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് കുജൻ, കൂ എന്ന് പറഞ്ഞാൽ ഭൂമി, കുജൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ജനിച്ചത്. അപ്പം ഭൂമിയുമായിട്ടൊരു ബന്ധമുണ്ട് ചൊവ്വയ്ക്ക്. അതുകൊണ്ട് ചൊവ്വ അനുകൂലമായിട്ട് 11-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് ഭൂമി വാങ്ങാൻ യോഗമുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കും. രോഗികളായിട്ട് കിടക്കുന്നവർക്ക് ചികിത്സ കൊണ്ട് ആശ്വാസവും ലഭിക്കും. പ്രമോഷൻ തുടങ്ങിയവ കാത്തിരുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഈ 1.5 മാസത്തിനകത്തുണ്ട്. 50 ദിവസങ്ങളാണ് കന്നിരാശിയിൽ കൂടെ ചൊവ്വ സഞ്ചരിക്കുന്നത്. പിന്നെ വൃശ്ചികക്കൂറിനിപ്പോൾ 5-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വക്രത്തിലാണ്. അപ്പോൾ 5-ലെ ശനി ഗുണകരമല്ല. മാത്രമല്ല, ശനി വക്രത്തിലാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? കണ്ടകശനിയായി 4-ലേക്ക് വരുന്നതിൻ്റെ ഒരു ഫലമാണല്ലോ. കുടുംബസ്ഥാനത്തേക്കാണല്ലോ ശനിയുടെ സഞ്ചാരം വരുന്നത്, ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാകും. ചൊവ്വ 11-ലായതുകൊണ്ട് ഈ ദോഷം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് മറ്റൊരു നല്ല കാര്യം. പിന്നെ വ്യാഴം 8-ലാണ്. അഷ്ടമ വ്യാഴം ഒട്ടും തന്നെ ഗുണകരമല്ല. ഈ അഷ്ടമം എന്ന് പറയുന്ന ഭാവം വളരെ അനിഷ്ടഭാവമാണ്. ദൈവാധീനത്തിന് കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചൊവ്വ 11-ൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ കുറേയൊക്കെ പരിഹരിച്ചു പോകും. പ്രത്യേകിച്ച് കുടുംബദേവതയുടെ അനുഗ്രഹമൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടവും ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു നേട്ടം ഉണ്ടാകും. ഈ സമയത്ത് നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ അവർക്ക് കുറേ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാം, കുറച്ച് ധനമൊക്കെ ഉണ്ടാക്കാം. അമിത ചെലവ് വരാതെ ഒന്ന് നോക്കിയാൽ മതി. അതെല്ലാം പ്രലോഭനങ്ങളുടെ ഫലമായിട്ടാണ് അമിത ചെലവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. മറ്റ് സുഹൃത്തുക്കൾ വന്ന് നമുക്ക് പുതിയൊരു പരിപാടി തുടങ്ങാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളതിന് ചാടിയിറങ്ങുക എന്നുള്ളതാണ്. ഈ ചൊവ്വയ്ക്കൊരു കുഴപ്പമുണ്ട്, എടുത്തിയാട്ടം. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് എടുത്ത് മുന്നിട്ട് ചാടുക, ഒട്ടും ആലോചിക്കാതെ ആക്ട് ചെയ്യുക, ഇതൊക്കെ ചൊവ്വയുടെ ചില പ്രത്യേകതകളാണ്. അപ്പം ചൊവ്വ 11-ൽ വരുമ്പോൾ ഇത്തരം ചില പ്രേരണകളൊക്കെ ഉണ്ടാകും. അതിനെ ഒന്ന് നിയന്ത്രിക്കുക. നന്നായിട്ട് സാഹചര്യം മനസ്സിലാക്കിയ ശേഷം മാത്രം പുതിയ ബിസിനസ്സും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുമൊക്കെ നടത്തുക. അപ്പോൾ ഇതാണ് നമുക്ക് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ മാറ്റം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ. ചൊവ്വ മാറാൻ പോകുന്നതേ ഉള്ളൂ. മാറിക്കഴിയുമ്പോൾ അനുഭവപ്പെടാനിടയുള്ള സാമാന്യ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വിശാഖമനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ മഹാദേവന് വഴിപാടുകൾ ചെയ്യുക. മഹാദേവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭസ്മം സമർപ്പിക്കുക. ശംഖാഭിഷേകം നടത്തുക. അതുപോലെ വിഷ്ണു ഭഗവാനും വഴിപാടുകൾ ചെയ്യുക. പിന്നെ ചൊവ്വ 11-ൽ വരുന്നതിൻ്റെ ഗുണഫലം കിട്ടാൻ വേണ്ടി ദേവിക്ക് പട്ട് സമർപ്പിച്ച് ഒരു പിടി നാണയവും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ ഗുണം ചെയ്യും നിങ്ങൾക്ക്. ദേവീക്ഷേത്രത്തിൽ പട്ട് സമർപ്പിച്ച് ഒരു പിടി നാണയവും കൂടെ, അത് നമ്മൾ ഏതെങ്കിലും വഴിപാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ മുൻപ് നിശ്ചയിച്ച ഏതെങ്കിലും കാര്യം ചെയ്യാതെ പോവുകയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആ പിഴവ് പരിഹരിക്കാൻ വേണ്ടി ഈ പിഴപ്പണം അല്ലെ പിടിപ്പണം കൊടുക്കുന്നതുകൊണ്ട് സഹായകരമാണ്. പിന്നെ ഏതെങ്കിലും കടങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ ഇതുകൊണ്ട് ഒഴിവായി കിട്ടും. കടങ്ങളെന്ന് പറഞ്ഞാൽ പിതൃകടം, മാതൃകടം, അങ്ങനെയുള്ള ദൈവകടം, അങ്ങനെ ഒരുപാട് തരത്തിൽ ഋണങ്ങളുണ്ട്. ആ ഋണങ്ങളൊക്കെ മാറിക്കിട്ടുന്ന, ഋണം എന്ന് പറഞ്ഞാൽ കടമാണ്. നമ്മൾ ഓരോ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില കടങ്ങൾ, ബാധ്യതകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു പോർഷൻ, പാപത്തിൻ്റെ പങ്ക് പരിഹരിക്കാനും ഇത്തരം വഴിപാടുകൾ ഉപകാരപ്രദമാണ്, വളരെ സിമ്പിളാണെങ്കിലും. പിന്നെ ശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുക, വിഷ്ണു ഭഗവാന് അർച്ചനകൾ സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക, ഇതൊക്കെ വളരെ ഗുണകരമാണ്. ഈ വ്യാഴം ദോഷകരമായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാന് കൃത്യമായിട്ട് വഴിപാട് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഈ മകം മുതൽ തൃക്കേട്ട വരെയുള്ള 9 നക്ഷത്രക്കാരുടെ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് അനുഭവപ്പെടാനിടയുള്ള ഫലം. അപ്പോൾ ചാനൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ധാരാളമായിട്ട് അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.